നമുക്കിന്ന് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എന്താണ്? യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF. യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് HCF കാണാനാണ് ആ ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 135 ആൻഡ് 225. ഇതിൽ 225 ആണ് ലാർജ്. അപ്പോൾ 225 A ആയിട്ട് എടുക്കുക. യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? A ഈക്വൽ ടു B ഇൻറ്റു Q പ്ലസ് R. അപ്പോൾ A എപ്പോഴും ലാർജ് ആയിട്ട് എടുക്കുക. ലാർജ് ഏതാണ്? A ഏതാണ്? A ഈക്വൽ ടു 225, B ഈക്വൽ ടു ഏതാണ്? 135. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ക്യൂവും ആറും കിട്ടണം. 225 ഡിവൈഡഡ് 135. ഇപ്പോൾ ഇതിൽ നമുക്ക് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 225 ഈക്വൽ ടു B എത്രയാണ്? 135 ഇൻറ്റു കോഷൻ എത്രയാണ്? 1 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 90. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇവിടെ റിമൈൻഡർ 90 ആണ് വന്നിരിക്കുന്നത്. 0 വരുന്നവരെ ചെയ്ത ആ സ്റ്റേജിലാണ് നമുക്ക് HCF കിട്ടുന്നത്. അപ്പോൾ വീണ്ടും ഈ 90 എന്നുള്ളത് B ആയിട്ടും 135 എന്നുള്ളത് A ആയിട്ടും എടുക്കുക. അപ്പോൾ 135 ഈക്വൽ ടു B എത്രയാണ്? 90. അപ്പോൾ 135 ഈക്വൽ ടു 90 ഇൻറ്റു കോഷൻ എത്രയാണ്? 1, റിമൈൻഡർ എത്രയാണ്? 45. ഇവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾക്ക് 90 A ആയിട്ടും 45 B ആയിട്ടും എടുക്കാം. അപ്പോൾ 90 ഈക്വൽ ടു 45 ഇൻറ്റു 45 ഇൻറ്റു കോഷൻ എത്രയാണ്? കോഷൻ്റെ 2 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 0. അപ്പോൾ റിമൈൻഡർ 0ലേക്ക് വന്നു. അപ്പോൾ റിമൈൻഡർ 0 വരുമ്പോൾ അതിൽ ഡിവൈസർ ഏതാണോ അതാണ് HCF ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ വരുമ്പോൾ ഈ റിമൈൻഡർ 0 കിട്ടുന്ന അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ 135 ആൻഡ് 225ൻ്റെ HCF ഏതാ വരിക? 45. ഇതിൻ്റെ HCF ഈക്വൽ ടു 45. ഇനി എക്സസൈസ് 1ൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 196 ആൻഡ് 38,220. ഇതിൽ നമുക്ക് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് HCF കാണണം. അതിൽ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷൻ പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഇതിൽ A എടുക്കേണ്ടത് ബിഗ്ഗസ്റ്റ് നമ്പർ, അതായത് ഏറ്റവും ലാർജ് നമ്പർ ഏതാണ്?
38,220 ഈക്വൽ ടു ബി എത്ര ആയിട്ട് എടുക്കണം? 196. Uh, 38,220 ഈക്വൽ ടു 196 ഇൻറ്റു കോഷ്യൻ്റ് എത്ര കിട്ടിയത് നമുക്ക്? 195. റിമൈൻഡർ നമുക്ക് എത്ര കിട്ടിയത്? റിമൈൻഡർ നമുക്ക് 0 കിട്ടി. റിമൈൻഡർ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ HCF എത്രയാണ് വരുന്നത്? HCF ഈക്വൽ ടു 196. ഇതാണ് ഇതിൻ്റെ HCF വരുന്നത്. 0 എവിടെയാണ് റിമൈൻഡർ 0 വരുന്നത് ആ സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഡിവൈസർ എത്രയാണോ അതാണ് ആ സംഖ്യയുടെ HCF ആയിട്ട് വരുന്നത്. ഇനി എക്സസൈസ് 1ൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 867 ആൻഡ് 255. ഇത് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് HCF കാണാനാണ്. യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? A ഈക്വൽ ടു B ഇൻറ്റു Q പ്ലസ് R. A ഏതാണ്? ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 867 ഈക്വൽ ടു ബി ഏതാണ്? ബി പറഞ്ഞാൽ ഡിവൈസർ സ്മോളസ്റ്റ് ഡിജിറ്റ് അതേതാണ്? 225. കോഷ്യൻ്റ് നോക്കാം നമുക്ക്. $867 ഡിവിഡൻറ്റ്, 255 ഡിവൈസർ. ഇനി അതിൽ കോഷ്യൻ്റ് എത്രയാണ്? ഇൻറ്റു 3 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 102. അപ്പോൾ റിമൈൻഡർ 0 വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകണം. ബി എ ആയിട്ട് എടുക്കുക. 225 ഈക്വൽ ടു റിമൈൻഡർ ബി ആയിട്ട് എടുക്കുക. 102. ഇതിൽ എ 255 ഈക്വൽ ടു 102 ബി ആയിട്ട് എടുക്കുക. ഇൻറ്റു കോഷ്യൻ്റ് എത്രയാണ്? 2. റിമൈൻഡർ എത്രയാണ്? 51. അപ്പോൾ 51 ആണ് റിമൈൻഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 0 കിട്ടിയിട്ടില്ല. വീണ്ടും ഈ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാം. അപ്പോൾ ബി എ ആയിട്ട് എടുക്കുക. 102 ഈക്വൽ ടു റിമൈൻഡർ ആയിട്ടുള്ള 6 നമുക്ക് ബി ആയിട്ട് എടുക്കാം. അപ്പോൾ 51 ഇൻറ്റു കോഷ്യൻ്റ് എത്രയാണ് നോക്കാം.
നമുക്ക് ഇതിൽ കോഷ്യൻ്റ് കിട്ടിയത് 2 പ്ലസ് റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ നമുക്ക് 0 കിട്ടി. അപ്പോൾ ഈ റിമൈൻഡർ 0 കിട്ടി, അവിടെ നമുക്ക് ആ സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്യാം. റിമൈൻഡർ 0 കിട്ടുമ്പോൾ അതിൻ്റെ ഡിവൈസർ എത്രയാണോ അതാണ് HCF ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ HCF ഏതാണ്? HCF = 51 ആണ്. ഓക്കെ. ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 6q + 1 or 6q + 3 or 6q + 5 where q is some integer. അപ്പോൾ നമുക്ക് ഇതിൽ ഏതായിട്ട് ഏത് പോസിറ്റീവ് ഇൻറ്റിജറും ആവാം. എനി പോസിറ്റീവ് ഇൻറ്റിജർ. ബി എന്താണ്? ബി = 6. യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? A = BQ + R where 0 greater than or equal to R greater than B. ഇപ്പോൾ ബിനേക്കാൾ സ്മോൾ ആയിരിക്കണം R, എന്നാൽ 0-നേക്കാൾ വലുതായി 0-യേക്കാൾ വലുതുമായിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ വാല്യൂ വരാം ആറിന്? 0, 1, 2, 3, 4, 5. ഓക്കെ. അപ്പോൾ റിമൈൻഡറായ ആറിന് നമുക്ക് ആദ്യം 0 എന്ന വാല്യൂ കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ A = 6, B 6, 6q + 0. ആറിന് 1 കൊടുക്കാം. A = 6q + 1. ആറിന് 2 കൊടുക്കുമ്പോൾ A = 6q + 2. ആറിന് 3 കൊടുക്കുമ്പോൾ A = 6q + 3. R = 4. A = 6q + 4. R = 5 കൊടുക്കുമ്പോൾ A = 6q + 5. 6q + 5 വരെ കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് ഓഡാണ് ഈവൺ ആണോ എന്നറിയാൻ ഏത് അതിന് നമ്മൾക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ അത് ഈവൺ ആവും, അല്ലാത്തത് ഓഡ്. നമ്മൾക്കിത് ഓഡ് ഇൻറ്റിജർ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് A = 6q + 0 = 6q. 6qന് നമ്മൾക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം? 2 × 3q. ഇതെന്താവും? 2 × 3q + 1. ആറിന് 2 വാല്യൂ കൊടുത്തത് എന്താണ്? 2 × 3q + 1. 2 × 3q + 1 + 1. ഓക്കെ. ഇതിനെങ്ങനെ എഴുതാം? 2 × 3q + 2. ആറിന് 5 വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെഴുതാം? 2 × 3q + 2 + 1. ഓക്കെ. ഇതിൽ 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ
കഴിയുന്നതൊക്കെ ഈവണും, റിമൈൻഡർ 1 വരുന്നത് എന്താവും, ഓഡായി മാറും. ഓക്കെ, അപ്പോൾ ഇതിലേതൊക്കെയാണ് ഓഡ്? odd number, odd integer. So therefore any odd integer a is of the form 6q plus 1, 6q plus 3, 6q plus 5, where is some integer. Okay. Okay. Chapter 1 Real Numbers, exercise 1.1 third question. An army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. Which is the maximum number of columns in which they can march? Army contingents of 616 members march behind an army band 32 members in a parade. ഇത് 616 മെമ്പേഴ്സും 32 മെമ്പേഴ്സും ഒരേ കോളം, മാക്സിമം എത്ര കോളം വരാം അതാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടിൻ്റെ കോളം ഒന്നാണ്. 616ഉം ബാൻഡ് മെമ്പേഴ്സ് എത്രയാണ്? 32. രണ്ടിൻ്റെ കോളം ഒരേതാണ്. 616ൻ്റെയും 32ൻ്റെയും കോളംസ് ഒരേപോലെയാണ്. അപ്പോൾ മാക്സിമം എത്ര കോളം വരാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എ ഏതായിട്ട് എടുക്കാൻ, ലാർജ്, ഇതിൽ ലാർജ് ഏതാണോ അതാണ് എ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എ ഈക്വൽ ടു 616ഉം ബി എത്രയാണ്? ബി ഈക്വൽ ടു 32. അപ്പോൾ ഈ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ഈക്വൽ ടു ബി ക്യു പ്ലസ് ആർ, ബി ക്യു പ്ലസ് ആർ. ഇതിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 616 ഈക്വൽ ടു ബി എത്രയാണ്? 32. ക്യൂവും ആറും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. നമ്മൾക്ക് ക്യൂ ആറും ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ക്യൂ ക്വസ്റ്റ്യൻ എത്രയാണ്? ഇൻറ്റു 90. റിമൈൻഡർ എത്രയാണ്? 8. അപ്പോൾ നമ്മൾക്ക് റിമൈൻഡർ 8 ആണ് കിട്ടിയിരിക്കുന്നത്. റിമൈൻഡർ 0 വന്നാലാണ് നമുക്കതിൽ അതിൻ്റെ HCF കാണാൻ പറ്റും. HCF എത്രയാണോ അതാണ് അതിൻ്റെ കോളംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നവരെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബി എ ആയിട്ടും, ബി എ ആയിട്ട് എടുക്കുമ്പോൾ ഏതാണ്? 32 ഈക്വൽ ടു ബി ഏതായിട്ട് എടുക്കണം? ആറിനെ ബി ആയിട്ട് എടുക്കണം. അപ്പോൾ 8 ഇൻറ്റു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ്റെ എത്രയാണ്? 4. 8 ഇൻറ്റു 4. റിമൈൻഡർ എത്രയാണ്? 0. അപ്പോൾ റിമൈൻഡർ ഇതിൽ 0 വന്നു. റിമൈൻഡർ 0 വരുന്നിടത്ത് നമ്മൾക്ക് ഡിവൈസർ ഏതാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ HCF ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ HCF എത്രയാണ്? ഈക്വൽ ടു 8. അപ്പം എത്ര കോളം വരുന്നുണ്ട്? ഇതിന് 616നും 32നും കൂടിയിട്ട് ആർമിയിൽ എത്ര കോളായിട്ടാണ് നിൽക്കുന്നത്? 8.
ഓക്കെ 8 കോളംസ് ആയിട്ടാണ് ആർമി നിൽക്കുന്നത്. നോക്കുന്ന ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് എക്സസൈസ് 1.1 4th ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ എന്താണ്? യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ ഈസ് ഐദർ ഓഫ് ദ ഫോം 3m ഓർ 3m + 1 ഫോർ സം ഇൻറ്റിജർ m. അപ്പോൾ നമുക്ക് ലെറ്റ്സ് a equal to any positive integer, any positive integer. We apply the division lemma with a and b. എന്താണ്? b equal to എന്ത് വരും? ക്വസ്റ്റ്യനിൽ 3 ഉണ്ട്. b equal to 3. അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? a equal to bq plus r where 0 greater than or equal to r greater than b. ഓക്കെ, അപ്പോൾ b നമുക്ക് 3 തന്നിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഏതൊക്കെ വരും? ആറിൻ്റെ വാല്യൂ ബീനേക്കാൾ ചെറുത്, ബീനേക്കാൾ ചെറുതായിട്ട് വരുമ്പോൾ 0 1 2. ആറിന് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2, ഇതിൽ ഈ 3 വാല്യൂവിൽ ഏതെങ്കിലും ആണ് ആറിന് വരാവുന്നത്. അപ്പം നമ്മൾക്ക് ഈ ആറിന് 0 വേർ r ഈക്വൽ ടു 0, ആറിന് 0 കൊടുത്തിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. എ ഈക്വൽ ടു ബി എത്രയാണ്? ബി നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. 3 ക്യൂ ഇല്ല, 3q പ്ലസ് ആറിന് എന്താ വാല്യൂ കൊടുക്കേണ്ടത്? 0. അപ്പോൾ എ എന്താണ്? എ ഈക്വൽ ടു 3q. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ എന്ത് വരും? എ സ്ക്വയർ ഈക്വൽ ടു നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ക്വയർ കണ്ടുപിടിക്കുന്ന. അപ്പോൾ എ സ്ക്വയർ എന്ത് വരും? 3q ഹോൾ സ്ക്വയർ. 3q ഹോൾ സ്ക്വയർ എത്രയാണ്? ത്രീ ക്യൂ ഹോൾ സ്ക്വയർ 9q സ്ക്വയർ. ഓക്കെ, q സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു എ സ്ക്വയർ ഈക്വൽ ടു 9q സ്ക്വയറിന് 3 × 3q സ്ക്വയറിന് എഴുതാം. ഓക്കെ, 9 3q സ്ക്വയർ. ഈ 3q സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? m ആയിട്ട്. അതായത് ഈ 3q ലെറ്റ് 3q സ്ക്വയർ ഈക്വൽ ടു m ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ എന്ത് വരും? എ സ്ക്വയർ ഈക്വൽ ടു 3m. ഓക്കെ, അപ്പം നമുക്ക് ഒന്നിൻ്റെ സ്ക്വയർ കിട്ടിയില്ലേ? എ സ്ക്വയർ ഈക്വൽ ടു 3m. ഓക്കെ, ഇനി വേർ ആറിന് നമ്മൾക്ക് 1 എന്ന വാല്യൂ കൊടുക്കാം. ആറിന് 1 വാല്യൂ കൊടുക്കുമ്പോൾ എന്താവും? നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത പോലെ തന്നെ എ ഈക്വൽ ടു 3q പ്ലസ് 1. അപ്പോൾ എ സ്ക്വയർ എന്ത് വരും? എ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് അതിൻ്റെ സ്ക്വയർ അല്ലേ കാണേണ്ടത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എ സ്ക്വയർ ഈക്വൽ ടു 3q പ്ലസ് 1 ഹോൾ സ്ക്വയർ. 3q പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് ഏത് ഫോമിൽ എഴുതണം?
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഏതാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കാം. ത്രീ ക്യൂ ഹോൾ സ്ക്വയർ എന്താണ്? 9 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3q ഇൻറ്റു 1. അപ്പോൾ എത്രയാണ്? 6q പ്ലസ് 1 ഹോൾ സ്ക്വയർ 1. ഇനി ഇതിൽ നമുക്ക് ഇതിന്ന് ഈ രണ്ട് ഇതൊന്നും നമുക്ക് കോമൺ ആയിട്ട് ഔട്ടറിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ് 3. അപ്പോൾ 3 ഇൻറ്റു ഇത് എത്രയാണ്? 3q സ്ക്വയർ പ്ലസ് 2q പ്ലസ് 1. ആ 1 അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ എന്തായി? നമ്മൾക്ക് ഈ ക്യൂവിന് ഇപ്പോൾ 3q പ്ലസ് 3 ഇൻറ്റു 3q സ്ക്വയർ പ്ലസ് 2q പ്ലസ് 1. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിന് m എന്ന വാല്യൂ കൊടുക്കാം. ഇതിന് m എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്തായി? ലെറ്റ് 3q സ്ക്വയർ പ്ലസ് 2q ഈക്വൽ ടു m എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് m എന്ന വാല്യൂ കൊടുക്കുമ്പോൾ 3m പ്ലസ് 1. ഓക്കെ. ഇനി നമ്മൾക്ക് ആറിന് 2ൻ്റെ വാല്യൂം കൂടി കൊടുത്തു നോക്കണം. where r equal to 2. ആറിന് 2 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ a ഈക്വൽ ടു 3q പ്ലസ് 2. ആറിന് 2 കൊടുക്കും. ഇനി ഇതിനെ സ്ക്വയർ ആക്കുക. എ സ്ക്വയർ ഈക്വൽ ടു 3q പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇനി ഇത് നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോമിലേക്ക് നമുക്കിത് എഴുതാം. നയൻ ക്യൂ സ്ക്വയർ പ്ലസ് 12q പ്ലസ് 4. 3q പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9q സ്ക്വയർ പ്ലസ് 12q പ്ലസ് 4. നമുക്കിവിടെ ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൊടുക്കാം. 4 ഇവിടെ 4 അല്ലേ നമുക്ക് കിട്ടി. ഇവിടെ 4നെ നമുക്ക് 3 പ്ലസ് 1 എഴുതി കൊടുക്കാം. 3 പ്ലസ് 1 എഴുതി കൊടുക്കാം. അപ്പം എന്താവും? നമുക്ക് ഇതിന്ന് 3 കോമൺ ആയിട്ട് എടുക്കാം. 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1 പ്ലസ് 1. നമ്മൾക്ക് ഈ 3q പ്ലസ് 4q പ്ലസ് 1 എന്നുള്ളതല്ലേ, അത് നമുക്ക് m ആയിട്ട് എടുക്കാം. എങ്ങനെ? ലെറ്റ് 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1 ഈക്വൽ ടു m. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 3m പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Therefore, the square of any positive integer is either of the form 3m or 3m plus 1 എന്ന ഫോമിലാണ് നമ്മൾക്ക് ഏത് പോസിറ്റീവ് ഇൻറ്റീജർ m എന്ന ഇത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ക്വയറിൽ. ഓക്കെ. ചാപ്റ്റർ 1 എക്സസൈസ് 1.1 fifth question, use Euclid's division lemma to show that the cube of any positive integer is of the form 9m plus 1 or 9m plus 8. Fifth question,
a equal to any positive integer. ബി എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 3. ഓക്കെ, അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ഈക്വൽ ടു ബി ക്യു പ്ലസ് ആർ, 0 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആർ ഗ്രേറ്റർ ബി. ഓക്കെ, അപ്പോൾ ബി നമ്മൾക്ക് 3 തന്നിട്ടുണ്ട്. അപ്പോൾ ആർ ഏതൊക്കെ വാല്യൂസ് വരാം? ആർ ഈക്വൽ ടു 0 വരാം, 1 വരാം, 2 വരാം. ഓക്കെ ഓക്കെ, ഇനി ആറിന് നമ്മൾ ആറിന് 0 വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? എ ഈക്വൽ ടു 3 ക്യൂ നമുക്ക് കിട്ടിയിട്ടില്ല, ക്യൂ പ്ലസ് 0 ഈക്വൽ ടു 3q. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു 3q. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എ ക്യൂബ് വരുമ്പോൾ എ ക്യൂബ് ഈസ് ഈക്വൽ ടു 3q ഓൾ ക്യൂബ്. ഓക്കെ, അപ്പോൾ 27q ക്യൂബ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? q ക്യൂബ് എന്നുള്ളതിന് 9 ഇൻറ്റു 3q ക്യൂബ് ഈക്വൽ ടു നമ്മൾക്ക് ഈ 3 ക്യൂബ് ലെറ്റ് m ഈക്വൽ ടു 3 ക്യൂബ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 9m. ഓക്കെ, ആറിന് നമുക്ക് 1 എന്ന വാല്യൂ കൊടുക്കാം. അപ്പോൾ എ ഈക്വൽ ടു 3q പ്ലസ് 1. അപ്പോൾ എ ക്യൂബ് എന്ത് വരും? എ ക്യൂബ് ഈസ് ഈക്വൽ ടു 3q പ്ലസ് 1 ഓൾ ക്യൂബ്. 3q പ്ലസ് 1 ഓൾ ക്യൂബ് എന്താണ്? എ പ്ലസ് ബി ഓൾ ക്യൂബ്. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എ പ്ലസ് ബി ഓൾ ക്യൂബ്. എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ എ ക്യൂബ് എങ്ങനെ എഴുതാം? എ ക്യൂബ് ഈക്വൽ ടു 3q ഓൾ ക്യൂബ്. 3q ഓൾ ക്യൂബ് എത്രയാണ്? 27q ക്യൂബ് പ്ലസ് 1 ക്യൂബ് 1 തന്നെ പ്ലസ് 27q സ്ക്വയർ പ്ലസ് 9q. ഓക്കെ, ഇനി നമുക്കിത് 27q ക്യൂബ് പ്ലസ് 27q സ്ക്വയർ പ്ലസ് 9q പ്ലസ് 1. ഓക്കെ, നമുക്കിതൊന്ന് കോമൺ ആയിട്ട് 9 എടുക്കാം. 9 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 3q ക്യൂബ് പ്ലസ് 3q സ്ക്വയർ പ്ലസ് q ഓൾ പ്ലസ് 1. ലെറ്റ് m ഈക്വൽ ടു എന്താ എടുക്കാം? ലെറ്റ് m ഈക്വൽ ടു 3q ക്യൂബ് പ്ലസ് 3q സ്ക്വയർ പ്ലസ് q. അപ്പോൾ ആൻസർ എന്ത് വരും? 9
ഇതിന് പകരം എന്തെഴുതാം? എം എന്നെഴുതാം. എം പ്ലസ് 1. ദെൻ നെക്സ്റ്റ് ആറിന് നമുക്ക് 2 എന്ന വാല്യൂ കൊടുക്കാം. ആറിന് 2 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എ ഈക്വൽ ടു 3q പ്ലസ് 2. അപ്പോൾ എ ക്യൂബ് എന്താവും? എ ക്യൂബ് ഈക്വൽ ടു 3q പ്ലസ് 2 ഓൾ ക്യൂബ്. അത് നമ്മൾ ഇവിടെ എ പ്ലസ് ബി ഓൾ ക്യൂബ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു 27q ക്യൂബ് പ്ലസ് 8 പ്ലസ് 18q into 3q plus 2 equal to 27q cube plus 54q square plus 36q പ്ലസ് 8. അപ്പോൾ നമുക്ക് ഇതിന്ന് 9 കോമൺ ആയിട്ട് എടുക്കാം. 9 ഇൻറ്റു 3q ക്യൂബ് പ്ലസ് 6q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 8. ഓക്കെ, നമുക്കിനി ഇതിന് എം എന്ന വാല്യൂ കൊടുക്കാം. ലെറ്റ് m equal to 3q cube plus 6q square plus 4q. അപ്പോൾ നമുക്ക് ഇതിന് m എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്തായി? 9m plus 8. ഓക്കെ, therefore the cube of any positive integer is of the form 9m, 9m plus 1, 9m plus 8. Okay.